അവിടെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ ഡൽഹിയിൽ അർജുൻ പീതാംബൻ കൂടിയുണ്ട്. അർജുൻ, അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കാലാവസ്ഥ അല്പം മോശമായൊരു ഘട്ടത്തിലൂടെ കടന്നുപോകാണ്. കൊടും തണുപ്പിലൂടെ കടന്നു പോകാൻ ഡൽഹി. ഇപ്പോൾ ഈ വൈകിട്ട് എങ്ങനെയുണ്ട് അന്തരീക്ഷം? ഒപ്പം പ്രാർത്ഥനാഭരിതമായ ക്രിസ്മസ് ആഘോഷത്തിന്റെ മറ്റു വിവരങ്ങൾ എന്താണ് ഡൽഹിയിൽ നിന്ന്? രതീഷ്, നല്ല മഴയാണ്, ഒരു രക്ഷയുമില്ല. വൈകിട്ടോടുകൂടി ഒരു 6 മണിയോടുകൂടി തുടങ്ങിയ മഴയാണ് ഇപ്പോഴും തോരാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തണുപ്പിനൊപ്പം മഴ കൂടി വന്നത് നമ്മുടെ നാട്ടിലെ മഴയുണ്ടോ? അവിടുത്തെ മഴ എങ്ങനെയാണ്? നമ്മുടെ നാട്ടിലെ മഴയുണ്ടോ? മഞ്ഞും മഴയും കൂടെയാണോ? കാരണം ഡിസംബറാണ്. തീർച്ചയായിട്ടും ഒരു മഞ്ഞും മഴയും എന്നൊക്കെ പറയാൻ നല്ല തണുപ്പുള്ള മഴ, പേമാരി അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അത്യാവശ്യം ഡൽഹിയെ സംബന്ധിച്ച് നല്ല മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മഴയ്ക്കൊപ്പം തണുത്ത കാലാവസ്ഥ കൂടിയാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഇപ്പോൾ തന്നെ 15 താഴേക്കുണ്ട് താപനില. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ തണുപ്പ് അനുഭവിക്കുന്നുണ്ട്. കോട്ടും അതുപോലെ തന്നെ അകത്ത് ഈ ഷർട്ടിനകത്ത് വരെ തെർമൽ ഇട്ടിട്ടാണ് നിൽക്കാൻ പറ്റുന്നത്. അത്രയും തണുപ്പാണ്. ഈ മഴ കൂടി ആയത് ആളുകൾ പള്ളിയിലേക്ക് എത്തുന്നത് വലിയ തോതിൽ ഒരു കുറവുണ്ടായിട്ടുണ്ട്. കാരണം നേരത്തെ ഞാനിവിടെ വന്നിറങ്ങുന്നത് 5:30 കൂടിയായിരുന്നു. ആ സമയത്ത് നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. പക്ഷേ മഴ പെയ്തപ്പോൾ ആളുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് മാറി നിന്നു. പലരും പള്ളി ഭാഗത്തേക്കെല്ലാം തന്നെ കയറി നിൽക്കുന്നുണ്ട്. പക്ഷേ മനോഹരമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഒരുക്കി. ഏത് ഭാഗത്തുള്ള ആളുകൾ, ഏത് ദേശക്കാരാണ്? നമ്മുടെ നാട്ടുകാരാണോ? ആണെങ്കിൽ അവർ എവിടെയാണ്? ഈ ക്രിസ്മസ് കാലത്താണല്ലോ ഉറ്റവരുടെ അടുത്തേക്ക് എത്താൻ കഴിയുക. അവർക്ക് എത്താൻ കഴിയാത്ത ആളുകൾക്ക് നമ്മുടെ ഈ മൈക്കിലൂടെ, നമ്മുടെ ക്യാമറയുടെ ആശംസ വീട്ടുകാരെയൊക്കെ അറിയിക്കാമല്ലോ. അവരോടൊന്ന് സംസാരിച്ചു നോക്ക്. തീർച്ചയായിട്ടും ഇവിടെയുള്ളവരിൽ മലയാളികളുണ്ട്, ഉത്തരേന്ത്യക്കാരുണ്ട്, ഒരുപാടുള്ളവരുണ്ട്. വേർ ആർ യു ഫ്രം? ഡൽഹി. ഓക്കെ. മലയാളിയാണോ? കേരളത്തിൽ നിന്നാണോ? വേർ ആർ യു ഫ്രം? ഡൽഹി. മലയാളികൾ വളരെ കുറവാണ്. വേർ ആർ യു ഫ്രം സർ? ഡൽഹി. ഇവിടെയുള്ളതിൽ ഭൂരിഭാഗവും ഡൽഹിക്കാർ തന്നെയാണ്. മലയാളികൾ കുറവാണ്. ഞാൻ വന്ന സമയത്ത് മലയാളികളെ കണ്ടിരുന്നു. പക്ഷേ മലയാളികൾ ഇപ്പോൾ ഇവിടെ ഇല്ല. പലരും വീട്ടിലേക്കെല്ലാം തന്നെ മടങ്ങി. ഇവിടെ വന്ന് പള്ളിയെല്ലാം സന്ദർശിച്ച ശേഷം പലരും വീട്ടിലേക്ക് മടങ്ങി. രാത്രി 10 മണിയോടുകൂടി പള്ളിക്ക് തൊട്ടടുത്ത് തന്നെയുള്ള ഗ്രൗണ്ടിൽ ഈ പാതിര കുർബാനയ്ക്ക് ഉള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ ജെ കുട്ടോവാണ് അതിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. അത് രാത്രി 10-11 മണിയോടുകൂടി തന്നെയായിരിക്കും ആ ചടങ്ങുകളെല്ലാം തന്നെ തുടക്കമാവുക. നമ്മളിപ്പോൾ നോക്കൂ, ആ പള്ളിയുടെ മുൻഭാഗത്തേക്ക് ഇവിടെയാണ് ചെറിയൊരു രക്ഷ മഴയിൽ നിന്നും കിട്ടുന്നത്. അവിടേക്ക് ആളുകൾ കയറി നിൽക്കുകയാണ്. പക്ഷേ എല്ലാവരും വലിയ ഓളത്തിലാണ്. ഫോട്ടോ എടുത്തും ഈ മഴയാണെങ്കിൽ പോലും ആ അതിശൈത്യത്തെ അടക്കം തരണം ചെയ്തുകൊണ്ട് അതിനെപ്പോലും വകവയ്ക്കാതെ പള്ളിയിലേക്ക് എത്തിയവരാണ്. അവർ വലിയ രീതിയിലുള്ള ഓളത്തിലാണ്, വലിയ വൈബിലാണ്. അവരെല്ലാവരും തന്നെ ആഘോഷിക്കുന്നു. ഇന്ന് രാത്രി ഡൽഹിക്കും വലിയ രീതിയിലുള്ള ആഘോഷങ്ങളുള്ള രാത്രി തന്നെയാണ്. എന്തായാലും 10 മണി 10:30 തന്നെ ഈ മിഡ് നൈറ്റ് മാസ് അല്ലെങ്കിൽ പാതിര കുർബാനയ്ക്കുള്ള ഒരുക്കങ്ങൾ, ചടങ്ങുകളെല്ലാം തന്നെ തുടങ്ങുമെന്നുള്ള കാര്യമാണ്. എന്തായാലും പള്ളി മുറ്റത്തും വളരെ മനോഹരമായിട്ട് കാര്യങ്ങളെല്ലാം പുൽക്കൂടടക്കം ഒരുക്കി വെച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം പള്ളിയുടെ തൊട്ട് മുറ്റമാണ്. അവിടെ വളരെ നല്ല ഭംഗിയോടുകൂടി ഒരു പുൽക്കൂടുണ്ട്. ഒപ്പം തന്നെ നല്ല വിവിധ ലൈറ്റുകളിൽ വർണ്ണാഭമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. നക്ഷത്രങ്ങളുണ്ട്. അത്രത്തോളം ഭംഗിയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ കാണാം. മലയാളികൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ക്യാമറ പേഴ്സണായിട്ടുള്ള വൈശാഖ് ജയപാലൻ. എവിടെയുള്ള ചേച്ചി? ഹായ്, എന്താ പേര്? എവിടെയുള്ള? ഞാൻ നമ്മുടെ കരോൾ ഭാഗം. നാട്ടിലെവിടെയാ? നാട്ടിൽ പത്തനംതിട്ട. പോകാൻ പറ്റില്ലേ? ക്രിസ്മസ് ആയിട്ട് പോകാൻ പറ്റിയില്ലേ? ഇപ്പം ക്രിസ്മസ് ആയിട്ട് നാട്ടിൽ പോകാൻ പറ്റിയില്ലേ? അതോ ഇവിടെ തന്നെ സ്ഥിരം? ഞാൻ ജോലി ചെയ്യും. ഇപ്പൊ ലീവ് കിട്ടില്ലല്ലോ. ലീവ് കിട്ടുന്നില്ല. ലീവ് കിട്ടാത്തവരുണ്ട്. അപ്പോൾ ടിവിയിലൂടെ വീട്ടിലുള്ളവർക്ക് എല്ലാം തന്നെ ഒരു ഹാപ്പി ക്രിസ്മസ് പറയാൻ പറ്റും. അത് ഓൾറെഡി നമ്മൾ ഫോണിൽ പറയുന്നുണ്ട്. വേണ്ട ലൈവ് കാണിക്കേ വേണ്ട. പഠനം ലൈവ് കാണിക്കണ്ട എന്നാണ് പറയുന്നത്. ചേച്ചി പത്തനംതിട്ടയിലുള്ളതാണ്, ഇവിടെ ജോലി ചെയ്യുന്നതാണ്. വീട്ടിൽ ഉള്ളവരെ എല്ലാം തന്നെ വിളിച്ച് ആശംസകൾ നേടുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ ലൈവിൽ കൂടെ സംസാരിക്കാൻ താല്പര്യമില്ല. ഒരുപാട് മലയാളികളുണ്ട്. കത്തീഡ്രലിൽ നിന്നാണ്. ഒരു നിമിഷം.